ഹലോ സാറേ പറഞ്ഞോ. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു, അപ്പോൾ അവിടെ കാണുമോ? പിന്നെ നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെ, ഞാൻ എപ്പോഴും പ്രോപ്പർട്ടി തന്നെ കാണും. ശരി ശരി ശരി. ഇപ്പം നമ്മുടെ വഴി എങ്ങോട്ടായിരുന്നു? ഇതുവഴിയായിരുന്നു. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണമ്പള്ളി തോട്ടുക കണ്ണമ്പള്ളി ക്ഷേത്രമില്ലേ, അവിടെ നിന്ന് ലെഫ്റ്റ് പിടിച്ചിങ്ങി വന്നാൽ മതി. നമ്മുടെ വീട് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് ഞാൻ താമസിക്കുന്നതേ. അപ്പം ഞാൻ 24 മണിക്കൂറും നമ്മുടെ പ്രോപ്പർട്ടി തന്നെ കാണും. ശരി, വാ വാ, ഇവിടെ ഉണ്ട്. അതെ, എന്തുവാ ഇവിടെ ഒരു ചുറ്റിക്കറങ്ങല്? എൻ്റെ പ്രോപ്പർട്ടി കിടന്ന് എനിക്ക് കറങ്ങിക്കൂടായോ? ചുറ്റിക്കറങ്ങുന്നതൊക്കെ കൊള്ളാം. ഈ വസ്തു വല്ലോനും വിൽക്കാനൊക്കെയുള്ള പരിപാടിയാണെങ്കിലാ. എൻ്റെ വസ്തു വിൽക്കണോ വേണ്ടായോന്നേ ഞാനാ തീരുമാനിക്കുന്നത്. ഈ വസ്തുവും ഇല്ല കുടുംബവും അച്ഛൻ എൻ്റെ പേര് എഴുതി തന്നെയാണ്. ചിലപ്പോൾ ഞാൻ കുടുംബം പൊളിച്ചെന്നിരിക്കും, ഇവിടെ പലതും പണിഞ്ഞെന്നിരിക്കും. എന്നിട്ട് നീ എന്തിനാടി ഇടപെടുന്നത്? ആ അച്ഛൻ്റെ മോളാ ഞാനും. അതുകൊണ്ട് ഞാനിവിടെ നിൽക്കുമ്പോൾ കണ്ട വരുത്തന്മാർ ഇവിടെ കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങളിത് വിൽക്കുവാണെങ്കിൽ എനിക്കേ വിൽക്കത്തുള്ളൂ, ഞാനേ വാങ്ങിക്കത്തുള്ളൂ. നീ പറഞ്ഞ നക്കാപ്പിച്ച വിലയ്ക്ക് ഈ വസ്തു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇതിൽ ഇരട്ടി വില തന്ന് മേടിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവർ വരുന്നുണ്ട്. ഞാനിത് കച്ചവടമാക്കുകയും ചെയ്യും. എന്നാലും സ്വന്തം പെങ്ങൾക്ക് കൊടുക്കരുത് കേട്ടോ. എൻ്റെ പൊന്നുഷേ, മലയിൽ കിടക്കുന്ന 2 ഏക്കർ വസ്തു നിനക്ക് അച്ഛൻ എഴുതി തന്നെയാണോ? നീ നിൻ്റെ ഭർത്താവോട് ആർഭാടം കാണിച്ച് വസ്തു വിറ്റ് മുടിച്ച് ഇപ്പം കയ്യിലൊന്നും ഇല്ലാഞ്ഞപ്പോൾ നിനക്ക് ഈ കുടുംബം പ്രോപ്പർട്ടി വേണമെന്ന് പറഞ്ഞ് എവിടുത്തെ ന്യായവാടി? അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് അമ്മയുടെ 15 പവൻ്റെ സ്വർണ്ണം നീയല്ലേ കൊണ്ടുപോയത്? ആണെങ്കിൽ എന്നെ മിടുക്ക ചോദിക്കാൻ വയ്യായിരുന്നു അമ്മയുടെ സ്വർണം. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് സ്വത്ത് കിട്ടിയോ ഞാൻ സ്വത്ത് വാങ്ങിച്ചോ അതൊന്നും അണ്ണൻ അറിയേണ്ട കാര്യമില്ല. ഇതും ഈ കുടുംബവും കൂടി എനിക്ക് വേണം. എൻ്റെ വസ്തു വിൽക്കണോ വേണ്ടായോന്ന് ഞാൻ തീരുമാനിച്ചോളാം. എന്നാ വിൽക്കുന്ന ഒന്ന് കാണാൻ, കണ്ട വരുത്തന്മാര് കയറി നിരങ്ങാൻ ഞാൻ സമ്മതിക്കത്തില്ല. നമുക്ക് കാണാം. കാണാം. ഹലോ, ഞാൻ ചാണ്ടി. വഴിയൊന്നും തെറ്റിയില്ലല്ലോ? ഇല്ല, ഇപ്പൊ ഫോണിലിട്ട് നോക്കി വരുമല്ലോ. ഇങ്ങോട്ടുള്ള റോഡൊക്കെ കണ്ടല്ലോ, നീട്ട് റോഡാ. വണ്ടി ടോറസ് വരെ ഇവിടെ കയറി വരും. അപ്പോഴേ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കൈത്തോട് കണ്ടോ? കൈത്തോടിൻ്റെ അവിടെ തുടങ്ങും. അവിടെ സൈഡ് കെട്ടുണ്ട്. ആ കെട്ടിൻ്റെ അവിടെ നേരെ ഇങ്ങനെ പോയി ഒറ്റ സ്ക്വയർ ഇങ്ങനെ വന്ന് 70 സെൻറ്റ് സ്ഥലം ബാക്കി വരെ. അവിടെ ഈ തോട്ടം മാമ്പഴേ പുറമ്പോക്ക് വരത്തില്ലയോ? പുറമ്പോക്കുണ്ട്. പുറമ്പോക്ക് കഴിഞ്ഞിട്ടുള്ള കഴിയുമ്പോൾ വിട്ടിട്ടുള്ള കാര്യം പറഞ്ഞത്. 70 സെൻറ്റ് സ്ഥലം മൊത്തത്തിൽ. അപ്പോൾ ഈ വീട് പ്രോപ്പർട്ടിക്കകത്തുള്ളേ. അപ്പോൾ നിങ്ങൾക്കിത് എഗ്രിമെൻ്റ് ആണെങ്കിൽ നമുക്കിത് പൊളിക്കുകയോ എന്തോന്ന് വെച്ചാൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് 11 ക്യാഷ് ഫാക്ടറി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് ഫുള്ള് മേടിച്ചിട്ട് 12ാമത്തെ ഇവിടെ തുടങ്ങാമെന്ന്. ആയിക്കോട്ടെ. 12 തുടങ്ങത്തില്ല, 13 തുടങ്ങത്തില്ല. ഞാൻ ആരാന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഇയാൾ ആരാ? ഞാൻ മലയിൽ ചാണ്ടി, എൻ്റെ അപ്പൻ തോട്ടത്തിൽ ചാണ്ടി. 11 കോടി ശൗചാലയം ഉണ്ട് ഇന്ത്യയിൽ മൊത്തം. എന്നിട്ട് ഇയാളും ഇയാളുടെ അപ്പനും കൂടെ മലയിലും തോട്ടത്തിലും പോയി ചാണ്ടിയത് പോരാഞ്ഞിട്ട് എൻ്റെ പറമ്പിലും വന്ന് ചാണ്ടാൻ നിൽക്കുക. എന്തുവാ ഇത്? വല്ല മലമ്പനിയും പിടിക്കും. ഷെടാ ഉഷേ, നിനക്കെന്തോ ഇവിടെ കാര്യം? ഇത് എൻ്റെ കസ്റ്റമറാ, ഇത് വസ്തു മേടിക്കാൻ വന്ന ആളാ. അതിന് നീ ഇടപെടേണ്ട ആവശ്യമില്ല. എന്നോട് ഞാൻ രാവിലെ പറഞ്ഞേ, നീ പോന്നി. പിന്നെ എൻ്റെയും കൂടെ പറമ്പിനെ പറ്റി സംസാരിക്കാൻ പിന്നെ ഞാൻ ഇടപെടണ്ടേ? ഞാൻ ഓടിക്കളിച്ച് നടന്ന പറമ്പ്. അത് മാത്രമല്ല, അണ്ണന് മാത്രമല്ല ഇവിടുത്തെ ഉത്തരവാദിത്തം കാര്യങ്ങളും ഉള്ളത്, എനിക്കും ഉണ്ട്. എൻ്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണാ. നമ്മുടെ പെങ്ങളാ ഇത്. ചുമ്മാ ആവശ്യമില്ലാതെ പ്രശ്നമൊന്നുമില്ല. നീ പോ. ഒരു വരുത്തിന്റെ മുന്നിൽ വെച്ച് പറയാമെന്ന് വിചാരിക്കരുത്. അണ്ണ മനഃപൂർവ്വം അല്ലേ അണ്ണ ഉള്ള ചാത്തനെയറെല്ലാം കൂടെ കൊള്ളാൻ വേണ്ടി എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് അണ്ണ അണ്ണൻ്റെ മക്കളുടെ കൂടെ പോയി നിൽക്കുന്നത്. ഞാൻ എത്ര വട്ടം പറഞ്ഞ അണ്ണ ആ മെറ്റിലെല്ലാം വാരി കളയാന്. ഈ ചാത്തം വന്ന് രാത്രി മെറ്റിൽ മൊത്തം എറിയുക. കഴിഞ്ഞ ദിവസം ഞാൻ 1 മണി 2 മണി സമയത്ത് നോക്കിയപ്പോൾ നമ്മുടെ ചത്തുപോയ അച്ഛൻ കുഴിമാടത്തിന്റെ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്നു. ആ ചാത്തനെറിയുന്ന കല്ലങ്ങനെ എൻ്റെ അച്ഛൻ്റെ തലയിൽ വന്ന് മുട്ടിയാലോ? സ്വർഗത്തിലോ നരകത്തിലോ എവിടെ ആണെങ്കിലും ആശുപത്രി പോലും ഇല്ല. അത് മനസ്സിലാക്കണം. എന്റെ പൊന്ന് ചാണ്ടിച്ച, ഇതൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ വെറുതെ പറയുന്നേ. വെറുതെയാ? പിന്നെ അണ്ണൻ എന്താ ഇവിടെ നിൽക്കാത്തത്? അവിടെ പോയി നിൽക്കുന്നേ എന്താ? എടി, ഞാൻ ഈ പ്രോപ്പർട്ടി മേടിച്ച് ഇവിടെ ബിസിനസ് തുടങ്ങി അവസാനം ചാത്തനേറിന് കല്ല് തീരുമ്പം എന്നെ അണ്ടിയറയുടെ വാരി എറിയാനാടാ, എനിക്ക് നഷ്ടപ്പെടുത്താനാടാ. എന്റെ പൊന്ന് ചാണ്ടിച്ച, അണ്ടി അറിയത്തില്ല, അത് വെറുതെ പറയുന്നേ. വേണ്ട, ചാണ്ടിയോട് വേണ്ട. അത്ര ദിവസേ വണ്ടിയോട് ചാണ്ടി, നിനക്കെന്താടി? വസ്തുവിനിട്ട് വില തരുത്തതുമില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് വിൽപ്പിക്കത്തുമില്ല. നിനക്ക് സന്തോഷമായല്ലോ. മൂടിഞ്ഞവളെ കൊണ്ട്. ഇതാ മോളെ അച്ഛൻ പറഞ്ഞ സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു പപ്പ. പക്ഷെ ഈ പോച്ചയൊക്കെ നമ്മൾ തന്നെ വൃത്തിയാക്കണ്ടേ? പോച്ചനെ നമ്മൾ തന്നെ വൃത്തിയാക്കണ്ട, അതിന് പപ്പ വേറെ ആളെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. തിരുമേനിയേ, നമസ്കാരം. ഞാൻ ഇവിടെ ഈ വസ്തുവൊക്കെ ഒന്ന് കാണിക്കുമായിരുന്നു.
പിന്നെ ഈ വസ്തുവൊക്കെ ഒന്ന് കാണിച്ചിട്ടേ ഇവിടെ ഇഷ്ടം കൂടെ അറിയണമല്ലോ. ഇത് ആരാന്ന് പറഞ്ഞേ? ഇതാ എൻ്റെ മൂത്ത മോള്, 5 പേരിൽ ഒരുത്തി. മോളാ? എന്തോ മോടെ പേര്? ഡാത്രി ഫെർണാണ്ടോ ആന്തർജനോ. തള്ളയുടെ വീട്ടുകാരിട്ടത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ അമ്മൂന്നാ വിളിക്കും. ഫെർണാണ്ടോ ഹസ്ബൻഡാ. പുള്ളിക്കാരൻ എവിടാ? ഓസ്ട്രേലിയയിലാ. ഓ, ഓസ്ട്രേലിയയിലാന്നോ? യാ. ഓ ശരി ശരി. വലുതായിട്ട് മലയാളം അറിയത്തില്ലെന്ന് തോന്നല്ലോ. കുറച്ച് അറിയാം. ഓ ശരി ശരി. അത് മോളെ ഇതുകൊണ്ട് അങ്ങോട്ട് നോക്കൂ, അവിടെ ഒരു കുറ്റിയുണ്ട്. ആ കുറ്റിയുടെ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സർവേക്കല്ലുണ്ട്. സർവേക്കല്ലിൻ്റെ അവിടെ നിന്ന് ഷൂന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സർവേക്കല്ലുണ്ട്. ആ അതിൽ നിന്ന് ഷൂന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സർവേക്കല്ലുണ്ട്. അങ്ങനെ ഇത് പ്രോപ്പർട്ടി മൊത്തം സ്ക്വയർ ഫീറ്റിൽ വരുന്നത് 70 സെൻറ്റ് സ്ഥലമാണ്. ഈ വീട് ഉൾപ്പെടെയാണ് മോളെ കിട്ടുന്നത്. ഈ ഇവിടെ പൂളുണ്ടോ? ഉണ്ട് മോളെ, സ്വിമ്മിംഗ് പൂളുണ്ട്. അതുകൊണ്ട് അവിടെ കൈത്തോടുണ്ട്. കൈത്തോട്, കപ്പലിൻ്റെ തോട്, അതൊരു തോടുണ്ട്, കൈത്തോട്. ആ തോടിന് നടുക്കൊരു കുളം കുത്തിക്കഴിഞ്ഞാൽ എൻ്റെ മോക്ക് എങ്ങനെ വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ നീന്താം. അപ്പം എല്ലാം കൊണ്ട് മോള് ആഗ്രഹിച്ച രീതി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതൊക്കെ പോട്ടെ, ഞാൻ ഇച്ചിരി ശാന്തിയിലും സമാധാനത്തിലൊക്കെ ആഗ്രഹിക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ രാവിലെ കുളിച്ച് തൊഴാൻ വേണ്ടി അമ്പലത്തിലൊക്കെ പോകുന്നൊരു ശീലമുണ്ട്. ഓ എൻ്റെ പൊന്ന് തിരുമേനി, ഇവിടെ കണ്ണമ്പള്ളി അമ്പലം അടുത്തല്ലേ? തിരുമേനിക്ക് ഇവിടെ രാവിലെ തോട്ടി കുളിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോയി തൊഴുതൂടെ? ഇത് പറ്റിയ ഏരിയ അതിന്. ഓക്കെ ഓക്കെ ഓക്കെ. മോളെ എങ്ങനത്തെ വീടാ മോളെ ഉദ്ദേശിക്കുന്നേ? ഞാൻ കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള വീടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കണ്ടംപററി സ്റ്റൈൽ. എൻ്റെ പൊന്ന് തിരുമേനി, കണ്ടംപററി അല്ല, ഏത് ഇത് വേണേലും ഇവിടെ ചെയ്യാൻ പറ്റും, അറിയാവോ? മോളെ ഹാപ്പിയാണോ? ഹാപ്പിയാണ് പപ്പ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ അയൽക്കാരൊക്കെ എങ്ങനെ ഉണ്ട്? സഹകരിക്കാനൊക്കെ ഉള്ളവോ ഇവക്ക്? ഡീസൻ്റ് ആൾക്കാർ. ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡീസൻ്റ് ആൾക്കാർ. ഇത് എവിടുന്നാ? ആരോ? ഉഷേ, നിങ്ങൾക്ക് വേറെ കിട്ടിയോ? ഇതാരാ എറിഞ്ഞേ? ചാത്തൻ എറിഞ്ഞേ. ചാത്തനോ? ഈ ഭൂമിയിലോ? ചാത്തനുണ്ടോന്നോ? ഇത് കണ്ടോ? ഞാൻ ആശുപത്രിയിൽ നിന്ന് വരുന്ന വഴിയാ. ഇന്നലെ രാത്രി എന്നെ എറിഞ്ഞ് പൊട്ടിച്ചതാ. വരുന്ന വഴിക്കും എന്നെ എറിഞ്ഞ്. ചുമ്മാതാത്ത എൻ്റെ പൊന്ന് തിരുമേനി, ഇവിടെ ചാത്തനൊന്നുമില്ല. എന്തോ ചാത്തന ഉഷേ? എന്തിനാ അണ്ണ നട്ടക്കുരുക്കാത്തന്നാണോ പറയുന്നത്? ഈ പറമ്പ് മൊത്തവും ചാത്തനാ. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിറ്റ് പിറക്കി പോകാന്ന് വെച്ചാ ആരും ഈ പറമ്പ് വാങ്ങിക്കുന്നില്ല. അയ്യോ, നിങ്ങൾ പറമ്പ് വാങ്ങിക്കാൻ വന്നവരാന്നോ? എന്ത് പാടോ ഇതൊക്കെ? ഇവിടെ കുഴപ്പമൊന്നും ഇല്ല തിരുമേനി, ഇത് വെറുതെ ചുമ്മാ ഉടായ്പ കാണിക്കവള്. ആരാ കള്ളം പറയുന്നേ? ഞാനോ? അതെ, ഇവിടെ ഈ ചാത്തനും പ്രേതമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാന്നോ? ഉറപ്പാന്നോന്നോ? പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്ത് ഇവിടെ മൊത്തവും ചാത്തനും ചാത്ത കുടുംബങ്ങളുമായിരുന്നു. അന്ന് കൊടുമണ്ണൂന്നൊരു പോറ്റിയാ വന്ന് ചാത്തനെ ഒഴിപ്പിച്ചത്. ചാത്തനെ ഒഴിപ്പിച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൊടുമണ്ണെ പോറ്റിയെ കൊന്നിട്ട് ചാത്തൻ ഈ കൊടുമൺ പോറ്റിയുടെ രൂപത്തിലങ്ങായി. പിന്നെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങ് ജീവിച്ചു പോകുന്നു. പക്ഷെ ഇത് ഞാൻ എവിടെയോ കേൾക്കാൻ സാധ്യതയില്ല. സിനിമയൊന്നും ആക്കിയിട്ടില്ല ഇതുവരെ. പക്ഷേ ഇവര് വെറുതെ പറയുന്നതാ. ഇവരെ കണ്ടറിയാം ഇവരുടെ ഇപ്പൊ നമുക്ക് ഈ വസ്തു തന്നെ വാങ്ങിച്ചാൽ മതി. ആ കൊച്ചിന് മനസ്സിലായി. ഇത് എന്തുവാ? ഇത് എന്തൊരു വർത്തമാനമായത്? നിനക്ക് എന്തുവാ? നീ എന്തോ അറിഞ്ഞിട്ടേ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും അറിയാമോ? ചാതൻ എന്തോ നിനക്ക് അറിയാമോ? വേണ്ടേ മര്യാദക്ക് എന്തിലെങ്കിലും ഉണ്ടല്ലോ. അച്ഛാ 100% ഉറപ്പാണ് ഇവര് ഉടായിപ്പാണ്. പോത്തല്ലേ? ആരുടെ ഉടായിപ്പ്? നീ തന്റെ ഉടായിപ്പ്, ഞാനല്ല. എന്തുവാ ഇതൊരു പെണ്ണ് നരുന്ന പോലെ ഇരിക്കുന്ന ഒരു പെണ്ണ്, അവള് എന്നെ ഉടായിപ്പെന്ന് പറയുന്നു. എന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. ഉഷയാരോന്ന് അന്നം മിണ്ടാരി എണ്ണ ഉഷയാരോന്ന് അറിയത്തില്ല. അവരേതാണ്ടൊക്കെ പറയുന്നു. ഓ, അപ്പൊ മോക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയാം. ഇത് പെങ്കൊച്ചേ, ഉഷയുടെ മണ്ണി നിൽക്കുമ്പോൾ വായി ക്ലിപ്പിട്ട പോലത്തെ വർത്തമാനം വേണ്ട കേട്ടോ. നേരെ ചൊവ്വയുള്ള സംസാരമാണെങ്കിൽ സംസാരിച്ചാൽ മതി. ഇംഗ്ലീഷുകാരി. എന്റെ തിരുമേനി, എന്നെ വിശ്വസിക്കുക, ഞാൻ ഈ വസ്തുവിന്റെ ഉടമയാ. എന്റെ ദേഹത്ത് ഒരു ചാത്തനും എറിയുന്നില്ല, പിന്നെ ഇവളെ മാത്രം എങ്ങനെ എറിയുന്നത്? എൻ്റെ പൊന്ന് തിരുമേനി ഇത് കേൾക്കണം. രാത്രി ഒരു 1 മണി 2 മണി സമയത്ത് ചത്തുപോയ എൻ്റെ അച്ഛൻ ആ കുഴിമാടത്തിൻ്റെ അവിടെ ഇരുന്ന് ബീഡി വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അജ്ഞാത പ്രേതങ്ങൾ കുറേ എണ്ണോ. ഞാൻ വല്ലവിധേനേ ഇതൊന്ന് ഒഴിപ്പിച്ചിട്ടോ. അണ്ണ വായിപ്പിച്ചോ, എനിക്ക് വയ്യ. എൻ്റെ പൊന്ന് തിരുമേനി, എൻ്റെ പൊന്നു മോളെ, ഇവിടെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വസ്തു മേടിക്കാം. എനിക്കൊരു 50,000 കുറച്ച് തന്നാലും കുഴപ്പമില്ല. ഇത് മേടിക്കും നിങ്ങൾ. ഇവള് കള്ളത്തരം പറയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കാ പറ്റുന്നത്. ഞാനാ ഇതിൻ്റെ ഉടമസ്ഥൻ. ഓഹോ,
തനിക്കൊന്നും പറ്റിട്ടില്ല. താനല്ലടാ കുടുംബം പൂട്ടി. കൊടുമൺ പോറ്റിയോ? എടാ ചാത്ത, ബാമളെ ജീവനെങ്കിലും കൊണ്ടുപോവാ. പറയുന്ന കേക്ക് തിരുമേനി, പറയുന്ന കേക്ക് തിരുമേനി. തിരുമേനി തിരുമേനി, ചുമ്മാ അല്ലേ നിന്റെ ഭർത്താവ് നിന്നെ ഇട്ടിട്ട് പോയത്? ഇതുപോലെ ഉടായ്പ കാണിച്ചാണ് നീ. എനിക്ക് ഈ വസ്തു വിൽക്കാതെ വേറെ ആർക്കും വിൽക്കാൻ പറ്റുമെന്ന് ഇയാൾ വിചാരിക്കുകയേ വേണ്ട കേട്ടോ. ആങ്ങളെ എനിക്കും ജീവിക്കണം, എനിക്ക് പിള്ളേരും പിറുകണിയൊക്കെ ഉള്ളയാ. ഈ വസ്തു എങ്ങനെ വിൽക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് പറ്റുന്ന ഉടായ്പകൾ മൊത്തവും നീ ചെയ്തു, എന്നാലും ഞാനിത് വിൽക്കും. നമുക്ക് കാണാം. ഞാൻ കണ്ടോളാം. ഓ, നിന്നെ തളയ്ക്കാൻ പറ്റിയ ആള് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാടി. ഇവിടെ ചാത്തനുണ്ട്. ഒന്നല്ല ഒന്നല്ല രണ്ടല്ല രണ്ടല്ല മൂന്ന്. താരൻ ഇവിടെ മനുഷ്യവാസ ഒന്ന് പറഞ്ഞോളൂ ചേച്ചി. മനുഷ്യവാസ യോഗ്യമല്ല. സംസ്കൃതം സംസ്കൃതം. മനുഷ്യവാസ യോഗ്യമല്ലോ അല്ല. പക്ഷേ നീ ഒന്നും മിണ്ടായിരിക്കുക. സാറേ, 3-4 പേരെ ഞാനിവിടെ വസ്തു വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകും. അച്ഛൻ എൻ്റെ പേര് എഴുതി തന്ന വസ്തുവാണ്. ഈ സ്ഥലവും നോണ്ട് ഇല്ല നിൽക്കുന്ന വീടും. ഇത് ഇവളുടെ പേരിലുള്ളയാന്ന് പറഞ്ഞ് ഇവള് തരത്തില്ല സാറേ. എന്നാൽ ഇവളങ്ങ് മേടിക്കുക. ഇവള് മേടിക്കാന്ന് പറഞ്ഞ സെന്റിന് തുച്ഛമായ വില. സാറെന്തായി പറയുന്നത്? 3-3.5 ലക്ഷം രൂപയ്ക്ക് മേടിക്കുക. ഇവിടെ ആൾക്കാർ വന്നപ്പോൾ ഇവള് 4 കൂട്ടരെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. എല്ലാവരെയും ഓടിക്കുക. ചാത്തനുണ്ട്, ചാത്തനേറുണ്ട്, അച്ഛൻ ഇവിടെ സീർത്ത് വരച്ചോണ്ടിരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചങ്ങ് ഓടിച്ചോളുക. എന്തോ കള്ളത്തരം പറഞ്ഞു. ഞാൻ നേരിട്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ചാത്തനെ. പടക്കെന്നല്ലേ മെറ്റിലെടുത്ത് എറിയുന്നത്. പിന്നെ എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ട്, ചത്തുപോയി അച്ഛൻ കുഴിമാടത്തിരുന്ന് സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടതാ. ആ പറ മന്ത്രവാദി, ഇത് ചുമ്മാ അല്ല. ആപ്പൂപ്പ മന്ത്രവാദിയല്ല. കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്. ഉറപ്പാ. ഈ മണ്ണും ഒന്നിനും കൊള്ളത്തില്ല, കൃഷിക്കും കൊള്ളത്തില്ല. ഈ സൈഡിലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ആൾക്കാരുണ്ടോ? എന്താ ചാത്തന്റെ ശല്യം കാരണം ഓടിയതോ, സ്ഥലം വിട്ടതാ? ആ അല്ലയോ മന്ത്രവാദി? എന്നാ ഒരു പേപ്പറിനകത്ത് എഴുതി ഒന്ന് ഒപ്പിട്ട് തരാമോ? തരാം. 1-2 ഒപ്പിട്ട് തരാം. കാരണം പുള്ളിയുടെ ഉറപ്പ് ഞങ്ങൾക്ക് അത്ര പോരാ. മന്ത്രവാദിയുടെ ഒപ്പ് വേണോ? വേണ്ട, അങ്ങനെ വേണ്ട, എന്റെ മതി. പോവായിരുന്നു. മാത്രം. ഓക്കെ, താങ്ക് യു. എന്തിനാ ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ തുള്ളുന്നേ? അത് ഞാൻ ഫ്രെയിമിൽ ഒറ്റയ്ക്കല്ലോ ലാഗാക്കാണ്ടെന്ന് വിചാരിച്ച് തുള്ളിയതാ. നന്നായി. ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ. ചാത്തമാർക്ക് അങ്ങനെ സർക്കാരെന്നോ പ്രൈവറ്റെന്നോ ഒന്നും ഇല്ല. അവര് കയറി ചാമ്പിട്ട് അങ്ങ് പോവും. അതല്ല, ഈ വസ്തു ഇദ്ദേഹം മുനിസിപ്പാലിറ്റിക്ക് വിറ്റു. എന്നാലും നിനക്ക് തരത്തില്ലടി ഞാൻ. ആർക്ക് വിറ്റാലും ആരും ഇവിടെ താമസിക്കത്തില്ല. അതെനിക്കൊന്ന് കാണണം. നിങ്ങൾക്കും എതിർപ്പില്ല, നിങ്ങൾ സമ്മതിച്ചല്ലോ. ഞാൻ സമ്മതിച്ചിട്ടില്ല. നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അതെ, ഈ കാര്യത്തിൽ ഇദ്ദേഹത്തിന് ഒപ്പ് മാത്രം പോരാ, നിങ്ങളുടെ കുടുംബക്കാരുടെ ഒപ്പ് വേണം. അപ്പോൾ ഒരേ ഒരു പെങ്ങൾ നിങ്ങളല്ലേ, അപ്പോൾ നിങ്ങളുടെ ഒപ്പം കിട്ടി, അല്ലെങ്കിൽ സംഭവം നടക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മന്ത്രവാദി. ഇപ്പൊ കിട്ടും. ഈ ശങ്കൂതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ചാത്തമാരുടെ കയ്യിൽ നിന്ന് കിട്ടാൻ റെഡി ആയിക്കോ. സാരമില്ല, നാട്ടുകാർ വെളിയിൽ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് കൊണ്ട് എറിയുന്നുണ്ട്. അതിൻ്റെ കൂടെ ചാത്തനോട് എറിഞ്ഞെന്ന് പറഞ്ഞൊരു കുഴപ്പം വരാൻ പോകുന്നില്ല. പൊട്ടിത്തെറിക്കോ? എന്ത് തല എന്തിന്? ചാത്തമാര് വരത്തില്ല ചങ്കിന്ന്. ചാത്തന് മാത്രമൊന്നുമല്ല, അതിനകത്തൊരു വണ്ട് കയറിപ്പോയി. അത് പോയത് നിങ്ങൾ സംസാരിച്ചോ? ഒരു കാര്യം ചെയ്യ്, 2 പേരും ഇവിടെ ഹോമോ കൊണ്ടോ എന്തേലും നേരത്ത്. നാളെ വരെ സമയമുണ്ട്, 9 മണി വരെ. 9 മണി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് ഞങ്ങൾ വേസ്റ്റ് അടിക്കും. വേസ്റ്റോ? വേറെ ആർക്ക് കൊടുത്താലും നിനക്ക് തരത്തില്ലെന്ന് ഞാൻ ദൃഢനിശ്ചയം എടുത്തിയാടി. അതാ ഇവർ 2 പേരെയും കൊണ്ടേ വന്നത്. നാളെ 9 മണിക്ക് സാറേ. 9 മണിയാകുമ്പോൾ വേസ്റ്റ് കൊണ്ട് വണ്ടി ഇവിടെ വരും. വേസ്റ്റ് ഇട്ടിട്ടിട്ട് ഇവിടെ കുമിഞ്ഞുകൂടും, പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടും. ഇവിടെ കത്തിച്ച പുകയെല്ലാം കൂടെ നിന്റെ പെരക്കകത്തോട്ട് അടിച്ചു കയറും. പിന്നെ നിന്റെ വീടും സ്ഥലവും നിനക്ക് വിൽക്കാനും പറ്റത്തില്ല, ആരും വാങ്ങിക്കാനും വരത്തില്ല. എൻ്റെ പൊന്നുമോൾ ഈ വീടും സ്ഥലവും വിട്ട് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വരും കേട്ടോ. നാളെ ഇപ്പോഴും സാറേ വരുന്നത് 9 മണി. അപ്പൊ ഉത്തരത്തിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിരുന്നോട്ട് പോവുകയും ചെയ്തു. സാറേ നാളെ 9 മണിക്ക് കാണാം.
പോവാം